ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രേണുവിനെതിരെ കിച്ചു രംഗത്തിറങ്ങിയൊക്കെയാണ്. കിച്ചു രേണുവിനെ തള്ളി പറയുന്ന ഒരു സീനൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ഇനി കാണാത്തവർക്ക് ഞാൻ ചില ഭാഗങ്ങൾ കാണിക്കാം. ഞാനിത് വേറൊരു യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും ഇവനൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നല്ലോ എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനൊക്കെ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് നടന്നു. അതായത് രേണു ഇവൻ്റെ രണ്ടാനമ്മയോ മൂന്നാനമ്മയൊക്കെയാണ്, സംഭവം ശരിയാണ്. പക്ഷേ ഇവർ വളരെ രീതിയിൽ ഇവർക്ക് വീട് വെച്ച് കൊടുത്ത ആ ബിഷപ്പിനെയൊക്കെ ഇവർ വളരെ രീതിയിൽ പുച്ഛിച്ച് തള്ളുമായിരുന്നു. അതിനൊരു പങ്ക് കൂടി ഈ കിച്ചുവിനുണ്ട്. കാരണം ഇവനൊന്നും അത്ര നല്ല ആളാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സും മറ്റുള്ള മാധ്യമങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ ഇപ്പോഴല്ലേ നന്നായത്. കാരണം ഈ അടുത്ത ദിവസമാണ് ഇവൻ കഴിഞ്ഞ ദിവസം കുറച്ച് 1-2 ആഴ്ച മുമ്പാണ് ഇവൻ വൈറലായിട്ട് വണ്ടി ഓടിച്ചത്. കാരണം സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ച വിവരമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും ഇവന് നല്ല ബുദ്ധി തോന്നിയില്ലോ. കാരണം രേണു ഇവനെ നോക്കുന്നില്ല, ഇവനെ ഇഷ്ടമില്ല, ആർക്കും ഇഷ്ടമില്ല. കാരണം കൊല്ലം സുധിക്കല്ലാതെ രേണുവിന് ഇവനെ ഇഷ്ടമില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു സംസാരമാണ് ഇവ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, കണ്ടിട്ട് അതിൻ്റെ ശേഷം ബാക്കി സംസാരിക്കാം. ഇപ്പോഴെങ്കിലും നീ രംഗത്ത് വന്നല്ലോ. അതൊക്കെ കൊണ്ട് എൻ്റെ ഒപ്പം എപ്പോഴും ഒരുത്തർ ഇങ്ങനെ കൂടെ ഇരുത്തുന്ന അവനാകുമ്പം അവന് നല്ലപോലെ അറിയാം ഞാൻ എന്തായിരിക്കും അടുത്ത പറയാൻ വരുന്ന, എന്താ എൻ്റെ മനസ്സിൽ. അതാ എൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ, എൻ്റെ കൊല്ലത്തുള്ള കൂട്ടുകാർക്ക് എല്ലാം അങ്ങനെ ഞാൻ എന്താണ് അടുത്ത പറയാൻ പോകുന്നത്, എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഇതുവരെ എന്തൊക്കെ നടന്നിട്ടുണ്ട് എല്ലാം അമ്മമാർക്ക് അറിയാം. അതാണ് ഞാൻ അത്ര ധൈര്യത്തോടെ അമ്മമാരെ ഒരു വീഡിയോ ചെയ്യാനാണെങ്കിലും ഇതിൽ കാര്യം സംസാരിക്കാനാണെങ്കിലും അമ്മമാരെ ഇരുത്തുന്നത്. എന്നെ കാട്ടി നല്ലപോലെ അമ്മമാർ സംസാരിക്കും. അതാണ് ഒരു പ്രശ്നം, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ എവിടെ അങ്ങനെ പോകുന്നു, അങ്ങനെ ഒരു ലൈഫ് അങ്ങനെ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനും അച്ഛനും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും ഓരോ കാര്യങ്ങൾ. ആ കോട്ടയത്തെ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളും ഇല്ല ഇങ്ങനെ സംസാരിക്കും. അപ്പോഴും ഒരു കാര്യം പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊന്ന് കൊല്ലത്ത് ചോദിച്ചായിരുന്നു, ഞാൻ കൊല്ലത്ത് വന്ന് നിൽക്കട്ടെ. അപ്പം അവരങ്ങനെ സമ്മതിച്ചില്ല. അപ്പം അന്നോട്ട് എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് സമ്മതിച്ചില്ല. അവിടെ തന്നെ നിന്ന് അങ്ങനെ ഇങ്ങനെ പോകുന്നു. അപ്പം ഒരു ദിവസം അച്ഛൻ, ഞാൻ ഷൂട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ല, അപ്പം ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു, എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു അട്ടായി പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വിഷമങ്ങളാണെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനെന്ന് ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഷൂട്ടിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാത്രി വിളിച്ചിട്ട് ഇനി അവൻ പറയാൻ പോകുന്നത് അവൻ്റെ അച്ഛനെ അവന് നഷ്ടമായ കാര്യങ്ങളെ പറ്റിയാണ്. അതായത് തൻ്റെ അച്ഛനുമായിട്ട് താൻ സംസാരിക്കുന്നതും തൻ്റെ അച്ഛൻ തന്നെ പരിപാടികൾക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു തൻ്റെ അമ്മയായിട്ടുള്ള രേണു സുധിക്ക്. അതൊന്നും സഹിക്കുന്നില്ലായിരുന്നു. എന്നെ ആർക്കും വേണ്ട, എൻ്റെ വിഷമം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ആ കൊല്ലത്തെ വീട്ടിലൊന്ന് വന്ന് നിന്നോട്ടെ. അപ്പോഴും അവർ പറഞ്ഞത് പറ്റില്ല എന്നാണ്. എന്നെ ആ വീട്ടിൽ പോലും കയറ്റി ഉറങ്ങിപ്പോകുന്ന സ്വഭാവമുണ്ട്. അപ്പം ഞാൻ ഫോൺ എടുക്കത്തില്ല എന്നുള്ളൊരു ഇതായി. ഞാൻ കിടന്നുറങ്ങാം, രാവിലെ എന്തായാലും വരും. അപ്പം അങ്ങനെ ഉറങ്ങി ഒക്കെ എന്നെ അമ്മ ഒന്ന് ഇങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട്, നീ അച്ഛനെന്തോ പറ്റിയെന്ന് തോന്നുന്നു, ഒന്ന് വിളിച്ചു നോക്കാം. ഞാനിപ്പം എണീക്കുന്ന നേരെ അച്ഛൻ്റെ ഫോണിലോട്ടൊക്കെ ഫോണിലോട്ട് വിളിച്ചിട്ട് എടുക്കുന്നൊന്നുമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ പറയുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഇതായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നേരെ ആദ്യം അനൂപേട്ടനെ വിളിച്ചിട്ട് എന്തോ പറ്റിയ അനൂപേട്ട അച്ഛന്. അനൂപേട്ടൻ പറഞ്ഞിങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ല, സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത് ആ ഫോൺ എടുത്ത് എറിഞ്ഞു. എന്തോ അനൂപേട്ട പറയുന്നത്, അങ്ങനെ അനൂപേട്ടൻ ചോദിച്ചാൽ എന്തോ അനൂപേട്ട പറയുന്ന. അപ്പം ഒരു കാലിന്റെ എന്റെ ശരീരം മൊത്തം ഇങ്ങനെ അങ്ങ് തണുത്തു. അച്ഛൻ നഷ്ടപ്പെട്ടു. അച്ഛനോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നതിന് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പോയി ഭയങ്കരമായിട്ട് എന്തൊക്കെയാ നടക്കുന്ന ആ ടൈമിൽ ഒന്നും അങ്ങോട്ട് അറിയാൻ വയ്യ. എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെയോ വരുന്നു എൻ്റെ അടുത്ത്, എന്തൊക്കെയോ ഒരു സിനിമയിലൊക്കെ നടക്കത്തില്ല അതുപോലെ ഇങ്ങനെ നടക്കുന്നു. ആരൊക്കെ വന്നിട്ട് എന്നെ ഒരു വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുവന്നു പൊക്കോണ്ട്. അതിനിടയ്ക്കുള്ളൊരു ഇത് പറഞ്ഞുതരാം. വണ്ടി പൊക്കോണ്ട് നിൽക്കുമ്പം ഇവര് നേരെ എനിക്കപ്പോഴും എൻ്റെ മനസ്സിലെ വിചാരം എന്ന് വെച്ചാൽ രൂപേട്ടൻ വല്ല പ്രാങ്ക് വല്ലതും ആണോ, അത് എനിക്കങ്ങോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കവിടെ ചെന്നാലേ എനിക്ക് ഇനി ഒരു സമാധാനം കിട്ടത്തുള്ളൂ, എനിക്ക് ചെല്ലണം.
അപ്പോഴത്തേക്കും കാർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന നേരത്ത് ഇവര് അടിച്ചുപൊളിയാ പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എന്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. ഋതപ്പനെ ഞാൻ ഇങ്ങനെ നോക്കും. എനിക്ക് ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റക്കായി ലൈഫ് ഇങ്ങനെ നിൽക്കുക. എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല, ഇങ്ങനെ നിൽക്കുക. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ചെയ്യാം, എന്തോ അങ്ങോട്ട് ഒന്നും ഇതില്ലായിരുന്നു. ഇത് കനുപേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഇതാക്കി. പിന്നെ ഒരു അങ്ങനെ ഇതെല്ലാം പരിപാടിയെല്ലാം സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പള്ളിക്കാരും ഈ പപ്പ അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൊണ്ട് തന്നു. 1,80,000 രൂപ അങ്ങാണ്ട് മൊത്തം അച്ഛൻ്റെ സംഭവങ്ങളെല്ലാം ഇതാക്കിയതിന് 1,80,000 രൂപ ബില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നത്. ഫ്ലവേഴ്സാരുടെ കൊടുക്കുന്ന പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ അപ്പം അനൂപൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്ന. അനൂപേട്ടൻ പറഞ്ഞൊരു പുള്ളിയും കൂടെ വിടാം, എന്നിട്ട് നീയും ആ ചേട്ടനും കൂടെ പോയി എല്ലായിടത്തും നീ തന്നെ പോയി ബില്ലുണ്ടാക്കി ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മായില വർക്ക് ചെയ്യുന്ന ചേട്ടനാണ്, ആ ചേട്ടനും കൂടെ വന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ മകൻ പറയുന്ന അവൻ്റെ വേദനിപ്പിക്കുന്ന അവൻ്റെ ബാല്യം, അവൻ്റെ ഏറ്റവും വിഷമകരമായിട്ടുള്ള അവസ്ഥ, ഈ അവസ്ഥകളിലൊക്കെയാണ് രേണു സുധിയൊക്കെ വന്നിട്ട് മാധ്യമങ്ങളിൽ കിടന്ന് മെഴുകുന്നത്. ഇവൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന, അഹോരാത്രം പണിയെടുക്കുന്ന കുറച്ച് കണ്ടില്ലേ. അപ്പോൾ അതാണ് സംഭവം. കിച്ചുവിന് ഇപ്പോൾ ഈ കിച്ചു അടക്കം ആ ബിഷപ്പിനെ ആക്ഷേപിച്ചതാണ്. ബിഷപ്പിനെ അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തെ ബിഷപ്പ് ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ വെറും ഒരു ആക്ഷേപമല്ല. അദ്ദേഹത്തെ ബിഷപ്പാമ്പെന്നുള്ള രീതിയിൽ ഇവർ വിളിച്ചു. രേണുവിനെ ഈ പറഞ്ഞ, കാരണം രേണുവിൻ്റെയൊക്കെ അവസ്ഥ കണ്ടിട്ട്, കാരണം ഇവരൊക്കെ വാടക വീട്ടിൽ, ഇവിടെ ഇപ്പോഴും വാടക വീട്ടിലെ പൈസ കൊടുത്തിട്ടില്ല, വാടക കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു. വാടകക്കാരെ ഇറക്കി വിട്ടാണെന്നൊക്കെ പറയുന്നു. എന്തായാലും ആയിക്കോട്ടെ. പക്ഷെ അവിടുത്തെ പൈസ പോലും കൊടുക്കാത്ത ഇവള് എന്നിട്ട് അങ്ങനെ ഇവള് ബിഗ് ബോസിലും ഇവിടെയൊക്കെ പോയി. പക്ഷേ വരുമാനം ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇവിടെ ഒരു വാടക കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു വീഡിയോ ഒക്കെ ഇതിനു മുന്നേ കേട്ടതാണ്. എന്തായാലും ഈ ബിഷപ്പ് ഇവളുടെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട്, ബിഷപ്പ് പിന്നെ ഫിറോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹവും ഈ ബിഷപ്പും കൂടിയാണ് ഈ വീടൊക്കെ വെച്ച് കൊടുക്കുകയും നല്ല പ്രവർത്തികളൊക്കെ ചെയ്തത്. എന്നിട്ട് ഇവരെ രണ്ടാളെയും ഇവൾ തള്ളി പറഞ്ഞു. കാരണം ഇവൾക്കൊരു ആക്ഷേപം, കാരണം എന്ന് വെച്ചാൽ പാമ്പിന് പാല് കൊടുത്തു കഴിഞ്ഞാൽ പാമ്പ് കടിക്കത്തുള്ളൂ. കാരണം പാമ്പ് നമ്മളെ സ്നേഹിക്കുമല്ലോ. പാമ്പ് സ്നേഹിക്കത്തില്ല, സ്നേഹിക്കാൻ അതിനെ അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കടിക്കാനേ അറിയത്തുള്ളൂ. പാമ്പായാലും തേളായാലും അതൊക്കെ കടിക്കാനേ അറിയത്തുള്ളൂ. നേരെ മറിച്ച് നമ്മളൊരു പട്ടിക്ക് പാല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പട്ടി തല അടിച്ച് ഇങ്ങനെ ആട്ടി കാണിക്കും, അല്ലെങ്കിൽ വാലാട്ടി കാണിക്കും. അതൊക്കെ പട്ടിയുടെ ഒരു സ്നേഹമാണ്. നായ്ക്കളോടുള്ള സ്നേഹം വേറൊരു ഇതൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. ആ സ്നേഹം പോലും രേണു സുധിക്ക് ആ ബിഷപ്പിനോടോ ആ ഫിറോസിക്കാനോടോ ആരോടും ഇല്ല. അവരുടെ കാശ് വാങ്ങി അവരുടെ പറമ്പിൽ അവർ വാങ്ങിക്കൊടുത്ത പറമ്പിൽ അവർ വീടും വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് കയറി ഞെളിഞ്ഞ് നിന്നിട്ട് ആ ബിഷപ്പിനെയൊക്കെ തെറി പറയുകയാണ്. എന്താണ് ഇവരുടെ അവസ്ഥ? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ് രാഷ്ട്രീയക്കാരിങ്ങനെ നിരന്തരമായിട്ട് പായുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ഇടയിൽ കൂടി റോട്ടിൽ കൂടെ വണ്ടി പോകുന്നതിൻ്റെയും പ്രകടനത്തിൻ്റെയും ഈ വിളിച്ച് പറഞ്ഞു പോകുന്ന അനൗൺസിൻ്റെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. മാക്സിമം ക്ഷമിക്കുക നിങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വേറെ കണ്ണു മൂക്കൊന്നുമില്ല. അവർക്ക് എങ്ങനെയും പാർട്ടി ജയിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ വഴിക്ക് ഏരിയയിലൊന്നും കാണത്തില്ല ഇവരെ കണ്ട് ജയിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ആ വിഷയം അല്ല ഇപ്പോൾ പറയാൻ വന്നത് ഈ രേണു സുധീൻ്റെയാണ്. അപ്പോൾ ഈ ഇടയിൽ കൂടെ ഈ പാർട്ടിയുടെ പരിപാടി പോകണമെന്നുണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ഈ ബിഷപ്പിനെ പിന്നെ ഈ ഫിറോസിനെയൊക്കെ ഇവർ നല്ലോത്ത് പിന്നെ നിർമ്മിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കിച്ചുവിന് ഇപ്പോഴെങ്കിലും ബുദ്ധി വെച്ചല്ലോ. കാരണം അതുപോലെ തന്നെ കൊല്ലം സുധി പല പരിപാടിക്കും പോകുമ്പോൾ ഇവരെ കൊണ്ടുപോകുന്നുണ്ടെന്ന് പറയുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടാണല്ലോ. ആ വീഡിയോ എല്ലാ കാര്യവും പറയുന്നുണ്ട്. അതിലൊരു ദിവസം നാളെ ഷൂട്ടിംഗ് ഉണ്ട്, അത് ഫ്ലവേഴ്സ് ചാനലിലാണ്. പക്ഷെ നീ വരണ്ട, അച്ഛൻ തന്നെ പോയിക്കോളാം എന്ന് പറയുന്നു. കാരണം ഇവനെ കൊണ്ടുപോകുന്നൊന്നും രേണു സുധിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ് ഇവൻ പറയുന്നത്. ഇവന് റൂമിലിരുന്ന് വട്ടായി പോയി. പിന്നെ ഇവൻ പറയുന്നു ഞാൻ അങ്ങനെ അവിടെ ഇരുന്നിട്ട് പല വൃത്തികേടുകളും ഈ മയക്കുമരുന്നിൻ്റെ ലഹരിയിലൊക്കെ അടിമപ്പെട്ട് പോയി. അത് ഈ അമ്മ കാരണമാണ്, രേണു സുധി കാരണമാണെന്ന് പറഞ്ഞു. എടാ, രേണു സുധി തള്ള പഴച്ചു കഴിഞ്ഞാൽ മക്കൾ പഴച്ചോളുന്നില്ല, അല്ലെ തന്ത പഴച്ചു കഴിഞ്ഞാൽ മക്കൾ പഴച്ചോളുന്നില്ല. തന്തയും തള്ളയും പഴച്ചു കഴിഞ്ഞാൽ മക്കൾ നേരെ നടക്കണം. അല്ലെ തന്തയും തള്ളയും ചെയ്ത് കണ്ട് ഞാനും അതേപോലെ ചെയ്യാം എന്ന് പറയുന്ന രീതി, അത് ഒരു എക്സ്ക്യൂസ് അല്ല. മനസ്സിലായില്ലേ? അവർ നേരെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ നടക്കണം. ഇനി മക്കൾ നേരാണ്, ഇനി മക്കൾ നേരെ അല്ല എന്നുണ്ടെങ്കിൽ മക്കളെ നേരാക്കൽ തന്തയുടെയും തള്ളയുടെയും പരിപാടിയാണ്. അല്ലാതെ നീ പറയുന്ന പരിപാടിയൊന്നും ഒരു അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പരിപാടിയാണ്. എന്ത് ഞാൻ തള്ള കാരണം, രേണു സുധി കാരണം ഞാൻ പല രീതിയിലും നടന്നു. എന്നെ ആരും നോക്കിയില്ല, സ്നേഹിച്ചില്ല.
അപ്പോൾ നീ അവരുടെ മുന്നിൽ നീ നന്നായിട്ട് ജീവിച്ചു പഠിക്കണം. അതന്നെ കുറേ കള്ളും കഞ്ചാവും അല്ലാതെ കൂട്ടും കൂടി നടന്നിട്ട് അവിടെ ഇവിടെ നടന്ന് അയമ്പായിട്ട് നടന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞെളിഞ്ഞ് ന്യായീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. തള്ള നന്നായില്ല, അല്ലെ തന്ത നന്നായില്ല എന്ന് പറഞ്ഞാൽ മക്കൾ നന്നാകാണ്ടിരിക്കണം, ഞാനും നന്നാകുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? മനസ്സിലായോ? അപ്പോൾ അതൊന്നും ഇവിടെ വലിയൊരു കാര്യമൊന്നുമല്ല. പിന്നെ രേണുസുധിയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. അവരങ്ങനെ ചെയ്യത്തുള്ളൂ. അതല്ലാതെ പിന്നെ ഈ സുധിയുടെ ഒരു മകൻ ഉണ്ടെന്ന് തോന്നുന്നു, ഋതപ്പനോ എന്തോ ഒരു പേര് പറഞ്ഞിരുന്നു. അതിന് 4-5 വയസ്സായ മകനെ അതിനെ തിരിഞ്ഞു ചില സമയങ്ങളിൽ രേണു ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു വാർത്ത ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഈ കൊല്ലസുധി ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളെ അത് എങ്ങനെ ക്രിസ്ത്യൻ പള്ളിയിൽ അടക്കി എന്നുള്ളത് അതൊരു പിന്നെ ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പള്ളിയിലെ ആളുകളെല്ലാം പള്ളിക്കാരെല്ലാം ഇടപെട്ടിട്ട് ക്രിസ്ത്യൻ ആചാരത്തോടെ അവിടെ അടക്കുന്നു. 1,00,000 ചില്ലുവാനും രൂപ 80,000 രൂപ എന്തോ ഒരു ബില്ല് പറയുന്നു. നീ അത് ഫ്ലവേഴ്സിൻ്റെ അടുത്ത് കൊടുക്കാൻ പറയുന്നു എന്നൊക്കെ പറയുന്നു. എന്താണോ ഏതാണോ എന്ന് ഒരു പിടിയില്ല. എന്താണ് അതിൻ്റെ അർത്ഥമൊന്നും അറിയത്തില്ല. അത് ഈ കൊല്ലസുധി ഇനി ക്രിസ്ത്യാനി ആണോ, ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യാനി ആയതാണോ ഒന്നും അറിയത്തില്ല. കാരണം ഇപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ. കിഴക്കോട്ടൊക്കെ പോയി അല്ല വടക്ക് ഭാഗത്തോട്ട് തെക്കൻ ഭാഗത്തോട്ട് പോയി കൊല്ലം പിന്നെ തിരുവനന്തപുരമൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സുധി എന്ന് പറഞ്ഞാലും സുരേന്ദ്രൻ എന്ന് പറഞ്ഞാലും ചില ക്രിസ്ത്യാനികൾക്കും അങ്ങനെ പേരുണ്ട്. തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ ചില ഹിന്ദുക്കൾക്ക് പേരുണ്ട്. കാരണം അവർക്ക് അവിടെയുള്ള ആളുകൾക്കൊന്നും തീരെ ഒരു ആലോചിക്കാനുള്ള ബുദ്ധിയോ വിവരമൊന്നുമില്ല. കാരണം എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ തങ്കച്ചനും ക്രിസ്ത്യാനി ഹിന്ദുവായിട്ടും അല്ലെങ്കിൽ ദേവൻ ക്രിസ്ത്യാനിയായിട്ടും ചന്ദ്രൻ ക്രിസ്ത്യാനിയായിട്ടും അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ക്രിസ്ത്യാനിയായിട്ട് അങ്ങനെയുള്ള പേരുകളൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്താണ് ഈ ലോകത്തിൻ്റെ പോക്ക് എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതുവരെ നീ പറഞ്ഞ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനായിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോയിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഈ പിന്നെ രേണുസുധിയുടെ പോലെ ആകണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നീ ചെയ്ത കാര്യങ്ങൾ അത് അത്ര അപ്സെറ്റ് അല്ല. കാരണം അത് എക്സ്ക്യൂസായ കാര്യമൊന്നുമല്ല. അവർ നേരെ അല്ലെങ്കിൽ നീ നേരെ നടക്കണം. ഇവർ പലയിടത്തും ഗൾഫിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഷൂട്ടിങ്ങിനും ബാർ ഡാൻസിനൊക്കെ പോകുന്നവരാണ്. അവരെങ്ങനെ നേരാക്കാനാണ്? അവരാരും നേരാക്കാനാണ്? അത് മക്കളായ നിങ്ങൾ നീ അവരുടെ മകനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം അമ്മയുടെ സ്ഥാനത്തല്ലേ നിൽക്കുന്നത്. പക്ഷേ ഇപ്പം നീ അവരെ തള്ളിപ്പറയാൻ കാരണം എന്താണ്? ഇതുവരെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. നിങ്ങളൊക്കെ എന്താ വെച്ചാൽ ഈ ഇവരെ ബിഷപ്പിനെയൊക്കെ നല്ലോ നിങ്ങൾ ആക്ഷേപിച്ച് കളിയാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ ഈ മിക്കവാറും ഈ ഭൂമിയിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞു പോകുന്നവരെ നീയും രേണുസുധിയും എല്ലാവരും അനുഭവിക്കേണ്ടിയാണ്. ഇപ്പോൾ ഇരുന്ന് കരഞ്ഞിട്ടോ പിന്നെ ഒന്നും കാര്യമില്ല. നീ ഒരു കാറിലിരുന്ന് പിന്നെ വീഡിയോ ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഈ കാർ നിൻ്റെ ആണോ, ഇനി വാടകയ്ക്ക് എവിടെന്നെങ്കിലും എടുത്തതാണോ, ഇനി രേണുസുധിയുടെ പേരിൽ എടുത്തതാണോ എന്നൊക്കെ ഒന്നും എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ നിനക്ക് രേണുസുധി ലക്ഷങ്ങൾ പൈസ തന്നു ഒക്കെ പറഞ്ഞ് ചില യൂട്യൂബർ രേണുസുധിയുടെ സപ്പോർട്ടായ യൂട്യൂബറൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു ബൈക്ക് നിനക്ക് വാങ്ങി തന്നു. രേണുസുധിയുടെ ഭർത്താവിൻ്റെ രേണുസുധിയുടെ ചേടത്തിയുടെ ഭർത്താവ് വാങ്ങി തന്നെന്ന് പറയുന്നു. അപ്പോൾ നിനക്ക് 18 വയസ്സാകാതെ നിനക്കങ്ങനെ ലൈസൻസ് കിട്ടും? നിനക്ക് ഇനി അഥവാ അത് നിൻ്റെ പേരിലാക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ലൈസൻസ് വേണം. അത് അയാളുടെ പേരിൽ നിനക്ക് ഓടിക്കാൻ ശരിക്കും 18 വയസ്സായ ലൈസൻസ് ആകാതെ നിനക്ക് ഓടിക്കാൻ അവകാശമില്ല. മനസ്സിലായില്ലേ? കാരണം നീ എവിടെയെങ്കിലും കൊണ്ട് എന്തെങ്കിലും സംഭവം അപകടം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ അവൻ തൂങ്ങാൻ നിൽക്കണം. ഇതൊക്കെ സത്യാവസ്ഥയാണോന്ന് എനിക്കറിയത്തില്ല എന്ന് രേണു പറയുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നീ പറയുന്നു പിന്നെ ഈ സുധീരയുടെ ശവോടക്ക് കഴിഞ്ഞിട്ട് പള്ളി പിന്നെ ഹോട്ടലിൽ എവിടെ പോയിട്ട് നല്ല ബിരിയാണി തിന്നുന്നോ വെട്ടി വിഴുങ്ങിയെന്നൊക്കെ പറയുന്നു. നിന്നെ മൈൻഡ് ചെയ്തില്ല, നിനക്ക് തന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ രേണുസുധി പറയുന്നത് അങ്ങനെയല്ല. ഞാൻ സുധിച്ചേട്ടൻ മരിച്ച അന്ന് പോലും ഒരു പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല. അതിൻ്റെ ശേഷം അന്ന് വൈകുന്നേരമാണ് ഒരു ഗ്ലാസ് വെള്ളം എന്തോ കുടിക്കുന്നത്. അതിൻ്റെ അപ്പുറം ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഇവിടെ ഈ എല്ലാ യൂട്യൂബ് ചാനലിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ രേണു ഇരുന്ന് കരഞ്ഞ് മെഴുകുന്നതായിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടു. അപ്പോൾ ചില യൂട്യൂബറൊക്കെ പറയുന്നു അത് വെറും പിന്നെ ഗ്ലിസറിൻ തേച്ചിട്ട് കരയുകയാണ്. ഞാൻ പറഞ്ഞിട്ട് ഗ്ലിസറിനല്ല, ഇനി വെറുതെ നമ്മൾ ഈ ഉള്ളിയുടെ കറിക്കരിയുന്ന ഉള്ളി അത് കണ്ണിലേക്ക് പൊട്ടിച്ചിട്ട് അതിൻ്റെ നീര് ഇങ്ങനെ അരിയുന്ന സമയത്ത് നീര് തെറിച്ച് കഴിഞ്ഞാൽ കരയും. ഞാൻ അങ്ങനത്തെ കാര്യത്തിലാണെന്ന് എനിക്കറിയത്തില്ല. ഇതിൽ എന്തൊക്കെ വാസ്തവം ഉണ്ടെന്ന് അറിയത്തില്ല. ഇവൻ
കിച്ചു പറയുന്നതാണ് സത്യം, രേണു പറയുന്നതാണ് സത്യം. എല്ലാവരും നമുക്ക് കിച്ചുവിനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് താങ്ങി പിടിക്കാനും പറ്റത്തില്ല. കാരണം ഇവനൊന്നും അത്ര നല്ല സൈസൊന്നുമല്ല. ഇവൻ ഇപ്പോൾ തലതിരിഞ്ഞിങ്ങനെ രേണുസുതിക്ക് തലതിരിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവൻ വർത്താനം പറയുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഇവനെന്താ പറയുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും നിനക്കൊക്കെ ഇപ്പം നല്ല മനസ്സിലായി. അപ്പം എനിക്ക് പൊന്നു മോനെ കിച്ചു നിന്നോട് ഒരു പറയാം, നീ ശരിക്ക് നീയും രേണുസുതിക്ക് ശരിക്ക് ഇതിൻ്റെ വരുന്നതിൻ്റെ അനന്തര ഫലം തന്നെ അനുഭവിക്കേണ്ടി വരും. അനുഭവിക്കുക തന്നെ. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സൊക്കെ ഉണ്ടാവും, സംഭവം ശരിയാണ്. പക്ഷെ നീ പിന്നെ കുറേയൊക്കെ ക്ലിയറായിട്ട് നടക്കണം. അതല്ലാതെ നീ കഞ്ചാവ് അടിച്ചിട്ടും ഡ്രഗ്സ് അടിച്ചിട്ടും ഞാൻ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയൊരു കാര്യമൊന്നുമില്ല. എന്നിട്ട് ഇരുന്ന് കരഞ്ഞ് മെഴുകിയിട്ടോ ഒന്നും കാര്യമില്ല. പിന്നെ കൊല്ലത്തുതി മരിച്ച വിവരം നീ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ അച്ഛൻ വിളിച്ചൊരു ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അമ്മ നിന്നോട് പറഞ്ഞു. അപ്പോൾ നീ അനൂപ് എന്ന് പറയുന്ന ഒരാളോട് പറഞ്ഞു. അപ്പോൾ അനൂപ് പറഞ്ഞു ശരിയാണ്, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛനെ രക്ഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ നിനക്ക് വലിയൊരു വിഷമം പോയി, നിൻ്റെ മനസ്സ് തന്നെ തകർന്നു പോയി എന്ന് പറയുന്നത് അതൊക്കെ ശരിയാണ്, അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതൊക്കെ മുകളിലിരിക്കുന്നത് ദൈവം എന്ന് പറയുന്നൊരു മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ ചെയ്യുന്നതും രേണുസുതി ചെയ്യുന്നതും. രേണുസുതി പബ്ലിസിറ്റിക്കായിട്ട് ഏതൊരു ഡാൻസും കളിക്കും, ബാർ ഡാൻസ് ചെയ്യുള്ളൂ, ബാർ മാത്രം ഉദ്ഘാടനം ചെയ്യുള്ളൂ. ഇതൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇനി വരുന്നതിൻ്റെയൊക്കെ അനന്തരഫലം അനുഭവിക്കാൻ തരാതെ ഒരു രക്ഷയില്ല. വേറൊന്നും കൂടുതൽ എനിക്ക് പറയാനില്ല, പറയാനാണ് ഒരുപാടുണ്ട്, പറഞ്ഞാൽ കൂടിപ്പോകുള്ളൂ. അപ്പോൾ വരുന്നതിൻ്റെയൊക്കെ അനന്തരഫലം അനുഭവിക്കുക. പിന്നെ കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ ഞങ്ങളാൽ കഴിയുന്ന പോലെയൊക്കെ ഞങ്ങൾ പറയാൻ പ്രാർത്ഥിക്കും. ഇതൊക്കെ അവന് നടക്കുന്ന കാലത്ത് നന്നായിട്ട് നടന്നില്ലെന്നുണ്ടെങ്കിൽ അവനോട് തന്നെയാണ് ഇതിൻ്റെ മോശം. പുറത്തുള്ള ആൾക്കാർ ചിരിക്കാൻ വേറൊരു വഴിക്കും പോകണ്ട, അവർക്ക് ചിരിക്കാൻ ഒരു കണ്ടന്റ് കിട്ടിയാൽ മതി. മനസ്സിലായില്ലേ? ഇപ്പോൾ രേണുസുതിനെ ഇട്ട് വേട്ടയാടുന്ന കണ്ടല്ലേ, രേണുസുതി ഇപ്പോൾ കരഞ്ഞു മെഴുകുക. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ ഒരു അപരാധവും ചെയ്തിട്ടില്ല. പിന്നെ ഇത്രയും കാര്യം ചെയ്ത് അപരാധമൊന്നും അല്ലേ? തുണി ഇല്ലാണ്ട് ഡാൻസ് കളിക്കുന്നു, തുണി പൊന്തിച്ചിട്ട് ഡാൻസ് കളിക്കുന്നു, ഹാഫ് പാവോടായിട്ട് ഡാൻസ് കളിക്കുന്നു. എന്താണിത്? സോഷ്യൽ മീഡിയ തുറന്ന് ഇത് തന്നെ കാണാനുള്ളൂ. എന്നിട്ട് ഇപ്പോൾ ഇരുന്ന് കരഞ്ഞ് മെഴുകിയിട്ട് എന്തെടുക്കാനാണ്? ഇപ്പോൾ കാണുന്നവർ ഒരു യൂട്യൂബേഴ്സും ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നില്ല. 1-2 യൂട്യൂബേഴ്സ് സംസാരിച്ചുള്ളൂ. ചാനലുകൾ മുഴുവൻ ഇത് തന്നെ വാർത്ത വരുള്ളൂ, മുഴുവനിലും. പിന്നെ ചിലരൊന്നും ഇത് ഇവരുടെ ഈ ചീഞ്ഞ ഈ കണ്ടന്റ് ആരും എടുത്ത് ചിലപ്പോൾ അരക്കുന്നില്ല. അത് ചിലപ്പോൾ അവരുടെ ചാനലിൽ അടിച്ചു പോകുമെന്നുള്ളൊരു പേടി കൊണ്ടാവും. കാരണം ഇങ്ങനത്തെ കണ്ടന്റുകളൊക്കെ അല്ലേ വരുന്നത്. എന്നിട്ട് ഇപ്പം കടന്ന് പല്ലിറുമിട്ടോ പിന്നെ ഇത് മനസ്സാവപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? അവനൊരു വഴി നേരത്തെ തന്നെ നോക്കണം. ശരിയെന്ന് നിർത്തുന്നു. ഓക്കെ, ബൈ.